നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ലോകകപ്പിനിടെ മെസ്സിയെ വധിക്കാൻ പദ്ധതിയിട്ടു, ലക്ഷ്യമിട്ടത് ചാവേർ ആക്രമണം. റിപ്പോർട്ട് പുറത്ത്. വന്ദേ മാതരം മുഴുവൻ പാടും കേന്ദ്രത്തിന്റെ വഴിയെ UDF സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കത്ത്. മഴക്കെടുതിയിൽ ജനം പകച്ചു നിൽക്കുന്നു. മുൻകരുതലുകൾ എടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി പ്രതിപക്ഷ നേതാവ്. സ്കൂൾ ക്വിസിൽ സവർക്കറെ പുകഴ്ത്തൽ. കൃത്യമായ മറുപടിയില്ലാതെ മന്ത്രി. KSRTC ബസ് അപകടത്തിൽപ്പെട്ട് തലകീഴായി മറിഞ്ഞു. ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ഓണം സ്പെഷ്യൽ ദ്രോഹം. റേഷൻ അരി വില 1.5 ഇരട്ടി കൂട്ടി. സർക്കാരിന് മനസാക്ഷിയില്ലേ? മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 9 ദിവസം. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ പണം ആവശ്യപ്പെട്ടെന്ന് പരാതി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മഴക്കെടുതിയിൽ ജനം പകച്ചു നിൽക്കുന്നു. മുൻകരുതൽ എടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി പ്രതിപക്ഷ നേതാവ്. മഴക്കെടുതി മൂലം വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുണ്ടായതെന്നും മുൻകരുതൽ എടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇതുവരെ മഴക്കെടുതിയിൽ 25 പേർ മരിച്ചു. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെ ചേർത്തു പിടിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. എന്നാൽ അതേസമയം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള പല വീഴ്ചകളും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുപുഴ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടലുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച കഴിഞ്ഞിട്ടും നീക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തികഞ്ഞ അനാസ്ഥയാണ്. പുഴയിൽ കാണാതായവരെ കണ്ടെത്തുന്നതിലും വലിയ താമസം നേരിട്ടു. നൂറ്റാണ്ടിലെ പ്രളയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 2018ലെയും 2019ലെയും മഹാപ്രളയങ്ങളുടെയും അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുൻ അനുഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടും ആ സമയത്ത് കെടുതികൾ കുറച്ച് നാം പ്രളയത്തെ അതിജീവിച്ചു. പക്ഷേ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്നതിലും മുൻകരുതലുകൾ എടുക്കുന്നതിനും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ട ജാഗ്രത ഉണ്ടായില്ല. ഇപ്പോഴത്തെ കെടുതികൾക്ക് കാരണമായ ജൂലൈ 31 അതിതീവ്ര മഴ ആരംഭിച്ച ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പോ മുൻകരുതലുകളോ ഉണ്ടായില്ല. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ ദുരന്തം ഈ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതിതീവ്ര മഴ പ്രവഹിച്ചിട്ടും ചട്ടപ്രകാരമുള്ള റെഡ് അലേർട്ട് സമയബന്ധിതമായി പ്രഖ്യാപിച്ചിട്ടില്ല. മഴ പെയ്ത ശേഷമാണ് അലേർട്ടുകൾ വന്നത്. മണ്ണിടിച്ചിലുണ്ടാവും എന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ പോയെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ ക്വിസിൽ സവർക്കറെ പുകഴ്ത്തൽ. കൃത്യമായ മറുപടിയില്ലാതെ മന്ത്രി. പ്രൈമറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരത്തിനായി ഹിന്ദുത്വ തീവ്രവാദി VD സവർക്കറെ പുകഴ്ത്തി ചോദ്യോത്തരം നൽകിയ സംഭവത്തിൽ കൃത്യമായ മറുപടിയില്ലാതെ മന്ത്രി N ഷംസുദ്ദീൻ. സംഭവം വിവാദമുണ്ടായ സാഹചര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബ് നടത്തിയ മത്സരത്തിലാണ് ചോദ്യം ഉൾപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വതന്ത്ര സമര സേനാനി ആരെന്ന ചോദ്യത്തിനാണ് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് രാജ്യത്തെ ഒറ്റിയ സവർക്കറെ ഉത്തരമായി നൽകിയത്. LP വിദ്യാർത്ഥികൾക്കായുള്ള ഫ്രീഡം ക്വിസിന്റെ ചോദ്യാവലിയിലാണ് ഇത് ഉൾപ്പെട്ടത്. 3 ഉപജില്ലകളിലെയും സോഷ്യൽ സയൻസ് ക്ലബ് അസോസിയേഷൻ ചുമതലയിലുള്ള അധ്യാപകർ ചേർന്നാണ് ചോദ്യാവലി തയ്യാറാക്കിയത്. ഫ്രീഡം ക്വിസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരം സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയോ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ പ്രവർത്തന കലണ്ടറിൽ തീരുമാനിക്കാത്ത പരിപാടിയെന്നാണ് മന്ത്രി പറയുന്നത്. ലോകകപ്പിനിടെ മെസ്സിയെ വധിക്കാൻ പദ്ധതിയിട്ടു, ലക്ഷ്യമിട്ടത് ചാവേർ ആക്രമണം. റിപ്പോർട്ട് പുറത്ത്. ലോകകപ്പിനിടെ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ വെച്ച് മെസ്സിയെ വധിക്കാനായിരുന്നു നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു സൂപ്പർ താരമായ ക്രിസ്ത്യാനോയ്ക്കെതിരെയും സമാനമായ നീക്കത്തിന് ലക്ഷ്യമിട്ടിരുന്നുവെന്നും പോലീസ് രേഖയിലുണ്ട്.
സ്പാനിഷ് പത്രമായ ഇൻഫോർമാസിയോണാണ് പോലീസ് രേഖയിലെ വിവരങ്ങൾ പുറത്തുവിട്ടത്. കളിക്കാർക്കെതിരായ ബോംബ് ഭീഷണിയിൽ റഫറിമാർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ എന്നീ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മെസ്സിയെ ചാവേർ ആക്രമണത്തിലൂടെ വധിക്കുകയായിരുന്നു ലക്ഷ്യം. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ വെച്ച് ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണം നടത്താൻ പദ്ധതിയിട്ട വ്യക്തിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു പോസ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലൂടെ ഞാൻ നടക്കാൻ പോകുകയാണ്. എൻ്റെ ശരീരത്തിൽ കെട്ടിവെച്ച 4 ബോംബ് കൊണ്ട് മെസ്സിയെ വധിക്കും, പോസ്റ്റിൽ പറയുന്നു. ഈ ഭീഷണിക്ക് പുറമെ മറ്റൊരു ഫോൺ സംഭാഷണത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഡാലസ് വിമാനത്താവളത്തിലേക്ക് അജ്ഞാതൻ വിളിച്ച് ബോംബാക്രമണം നടത്തുമെന്ന് പറഞ്ഞതായാണ് വിവരം. താനും മറ്റ് 2 പേരും ബോംബുകളും തോക്കുകളുമായി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നുവെന്നാണ് ഫോണിലൂടെ അറിയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരും ഫുട്ബോൾ താരങ്ങളെയുമാണ് ലക്ഷ്യമിട്ടതെന്നും പറയുന്നു. മാത്രമല്ല, ലോകകപ്പിനിടെ പോർച്ചുഗീസ് സൂപ്പർ താരത്തിന്റെ വിവരങ്ങൾ തേടാനുള്ള ശ്രമം നടത്തിയിരുന്നു. താരത്തിന്റെ താമസവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അജ്ഞാതൻ ചോദിച്ചത്. ടൊറന്റോയിലും മയാമിയിലും ഹൂസ്റ്റണിലുമെല്ലാം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകകപ്പിൽ ഈജിപ്ത് അർജന്റീന മത്സരം നിയന്ത്രിച്ച റഫറി ഫ്രാങ്കോ ലെക്സ്കിയക്ക് 6,000-ലധികം ഭീഷണി സന്ദേശങ്ങളും വന്നിരുന്നു. ഭീഷണിയെ വളരെ ഗൗരവത്തോടെ അധികൃതർ സമീപിച്ചതായും റിപ്പോർട്ടിലുണ്ട്. KSRTC ബസ് അപകടത്തിൽപ്പെട്ട് തലകീഴായി മറിഞ്ഞു, ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ബംഗളൂരു KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. കർണാടകയിലെ ബിഡദിക്ക് സമീപം മൈസൂർ ബംഗളൂരു അതിവേഗ ഹൈവേയിൽ നിന്നും ഇന്ന് രാവിലെ 6:45ഓടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ 4 യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് നിന്നും പുറപ്പെട്ട KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസ് ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് ബിഡദിക്ക് സമീപത്തെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് റോഡരികിലെ സൂചനാ ബോർഡിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും പ്രാദേശികവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിക്ക് പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനും പാടണമെന്ന കേന്ദ്ര ഉത്തരവിന് വഴങ്ങി UDF സർക്കാർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായും പാടണമെന്നും കേന്ദ്രത്തിന്റെ ഉത്തരവ് പാലിക്കപ്പെടണമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തുമ്പോൾ വന്ദേമാതരം മുഴുവനായി പാടണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വന്ദേമാതരം മുഴുവനായും ആലപിച്ചത് വിവാദമായിരുന്നു. എന്നാൽ അത് ലോക് ഭവനിൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരം സംഭവിച്ചതാണെന്നും വന്ദേമാതരം മുഴുവനായി ആലപിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞാണ് അന്ന് സംസ്ഥാന സർക്കാർ തടിയൂരിയത് എന്ന് കേന്ദ്രത്തിന്റെ താൽപര്യം നടക്കണമെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചീഫ് സെക്രട്ടറി കത്തയച്ചതോടെ UDF സർക്കാരിന്റെ സംഘപരിവാർ ദാസ്യം വെളിച്ചത്താവുകയാണ്. ഉത്തരവിനെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്നാൽ അറിവില്ലാതെ എങ്ങനെയാണ് അത് പാലിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കത്തയക്കുന്നതെന്ന് പ്രതിപക്ഷം ചോദിച്ചു. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ പണം ആവശ്യപ്പെട്ടെന്ന് പരാതി. പയ്യന്നൂർ തഹസിൽദാർ പണം ആവശ്യപ്പെട്ടതായാണ് ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് V. അനൂപ് പറഞ്ഞു. ആംബുലൻസ് വിളിക്കാൻ 25,000 രൂപ വേണമെന്നാവശ്യപ്പെട്ടത് തുക പണമായി നൽകാൻ നിർദ്ദേശിച്ചെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് അംഗത്തിന് 10,000 രൂപ നൽകിയെന്നും ഈ തുക പിന്നീട് തിരിച്ചു നൽകിയെന്നും അനൂപ് പറഞ്ഞു. കണ്ണൂർ കളക്ടർക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിനിടെ ജീവൻ പൊലിഞ്ഞ രാജേഷിനോട് അനാദരവ് കാണിച്ചെന്ന പരാതികൾക്ക് പിന്നാലെയാണ് പുതിയ ആരോപണം. ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട മറ്റൊരാളെ രക്ഷിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് അയച്ചു നൽകിയ ശേഷമാണ് രാജേഷ് തിരികെ നീന്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത്. 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജേഷിനായി തിരച്ചിൽ നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപന ചുമതലയുള്ള തഹസിൽദാർ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. VIP വിവാഹ ചടങ്ങിന്റെ അകമ്പടി ചുമതലയിലായിരുന്നതിനാലാണ്
തഹസിൽദാർ സ്ഥലത്തെത്താതിരുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മൃതദേഹം കണ്ടെത്തിയ ശേഷവും അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. 4 ദിവസം വെള്ളത്തിൽ കിടന്ന മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ മൊബൈൽ മോർച്ചറി സൗകര്യമുള്ള ആംബുലൻസ് ലഭ്യമാക്കാൻ തഹസിൽദാറും പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതരും സഹായിച്ചില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. പരിയാരത്തു നിന്നും വിട്ട മൃതദേഹം മൊബൈൽ മോർച്ചറി സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ് കൊണ്ടുപോയത്. മൃതദേഹം എംപാം ചെയ്തിരുന്നില്ല. കോഴിക്കോട് എത്തിയപ്പോഴേക്കും മൃതദേഹത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുകയും ചാവക്കാട് എത്തിയപ്പോൾ മൃതദേഹം പൊതിഞ്ഞിരുന്ന കവചം പൊട്ടിയൊലിക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് ചാവക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മൃതദേഹം വീണ്ടും പൊതിഞ്ഞ് മൊബൈൽ മോർച്ചറി സൗകര്യമുള്ള ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ആംബുലൻസ് പന്തളത്തെത്തിയപ്പോൾ കേടായതിനെ തുടർന്ന് മറ്റൊരു ആംബുലൻസിലാണ് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത്. ജീവൻ പണയം വെച്ച് മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജേഷിനെ കാണാതായത്. എന്നാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോഴേവരെയുള്ള ഓരോ ഘട്ടത്തിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായെന്ന പരാതികളാണ് തുടർച്ചയായി പുറത്തു വരുന്നത്. കൊടുവള്ളി അഞ്ചരക്കണ്ടി വിമാനത്താവള റോഡ് 4 വരിപ്പാത സ്ഥലമെടുക്കൽ ഡിസംബറിൽ തുടങ്ങും. കൊടുവള്ളി അഞ്ചരക്കണ്ടി വിമാനത്താവള റോഡ് 4 വരിയാക്കുന്നതിനുള്ള സ്ഥലമെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കും. വിജ്ഞാപനം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കും. അടുത്ത വർഷം മാർച്ചിൽ പൂർത്തിയാക്കും. ധർമ്മടം മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്കായി സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. പിണറായി കൺവെൻഷൻ സെന്ററിലെ യോഗത്തിൽ കളക്ടർ പി വിഷ്ണുരാജും പങ്കെടുത്തു. വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജ് പദ്ധതിക്കായി പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന ഭൂമിയുടെ മൂല്യനിർണ്ണയം 1 മാസത്തിനകം പൂർത്തിയാക്കും. ഡിസംബറോടെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കും. ചക്കരക്കൽ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കാനും തീരുമാനമായി. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി വീട് ഒഴിവാക്കി ചർച്ചയിലൂടെ നേരിട്ട് ഭൂമി വാങ്ങാനും തീരുമാനിച്ചു. നിർമ്മാണം നടക്കുന്ന പിണറായി സൂപ്പർ സ്പെഷ്യാലിറ്റി കേന്ദ്രത്തിൽ രക്തബാങ്കും ജീവനക്കാരുടെ താമസ സൗകര്യം ഒരുക്കുന്നതിനായി 1 ഏക്കർ സ്ഥലം ഏറ്റെടുക്കൽ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് ഫണ്ട് ലഭ്യമാക്കുന്ന മുറയ്ക്ക് തുക കൈമാറും. ചേരിക്കൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ 2ാം ഘട്ട സ്ഥലമെടുപ്പിൽ കണ്ടൽക്കാട് ഒഴിവാക്കി ബാക്കിയുള്ള 5.25 ഏക്കർ ഏറ്റെടുക്കുന്നതിനുള്ള അലൈൻമെന്റ് അംഗീകാരത്തിനുള്ള രേഖ സാംസ്കാരിക വകുപ്പിന് സമർപ്പിച്ചു. ധർമ്മടം മുഴപ്പിലങ്ങാട് തീരദേശ റോഡിനായി ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട അപേക്ഷ നൽകി. മുഴപ്പിലങ്ങാട് ബീച്ച് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ സർവേ പൂർത്തിയായി. 6 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ മണ്ണ് പരിശോധന പുരോഗമിക്കുകയാണ്. 2 മാസത്തിനകം അലൈൻമെന്റ് പൂർത്തിയാക്കും. പെർളശ്ശേരി തീർത്ഥാടക കേന്ദ്രത്തിലെ സൗകര്യം വികസനം, ബസ് സ്റ്റാൻഡ്, വാണിജ്യ സമുച്ചയം എന്നിവയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ട വിശദീകരണത്തിന് ഈ ആഴ്ച മറുപടി നൽകും. അണ്ടർവുഡ് പാലത്തിനായി അനുബന്ധ ചെലവുകൾക്കുള്ള തുക അനുവദിക്കുന്ന മുറയ്ക്ക് സ്ഥലമെടുക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. പാതിരാട് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വില്ലേജ് ഓഫീസിന് സമീപം സ്ഥലം ലഭ്യമാക്കാമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. യോഗത്തിൽ ഡെപ്യൂട്ടി കലക്ടർ എ കെ അനീഷ്, തഹസിൽദാർമാരായ എം വിജേഷ്, എം രാജീവൻ, വി ഷിനു, എം വി വിനീഷ്, പി സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കെ പ്രദീപൻ സ്വാഗതവും പറഞ്ഞു. മൊയ്തുപാലം പൈതൃക പദ്ധതി ഉടൻ ആരംഭിക്കുന്നതിന് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന് നിർദ്ദേശം നൽകി. പദ്ധതിക്ക് പരമാവധി 15 വർഷത്തെ കാലാവധി മാത്രമേ അനുവദിക്കൂ. 5 ഗ്രാമീണ കളിസ്ഥലങ്ങൾക്കായി പെർളശ്ശേരി, വേങ്ങാട് പഞ്ചായത്തുകളിൽ സ്ഥലം ഏറ്റെടുക്കാൻ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി. പെർളശ്ശേരി വോളിബോൾ ഗ്രൗണ്ടിന്റെ സ്ഥലമെടുപ്പ് ഉടൻ പൂർത്തിയാക്കും. ഇൻഡോർ സ്റ്റേഡിയത്തിനായി ഏറ്റെടുക്കുന്ന 7 ഗ്രൗണ്ടുകളുടെ സ്ഥലമെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചു. സർക്കാരിന് മനസാക്ഷിയിലെ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 9 ദിവസം. കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും നോക്കുകുത്തിയായി സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് ഗൗതം കൃഷ്ണ എന്ന യുവാവിനെ കാണാതായിട്ട് 9 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഗൗതമിനെ കണ്ടെത്താനോ തെരച്ചിലിന് മികച്ച സംവിധാനങ്ങൾ ഒരുക്കാനോ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. വീനത്തു നിന്നും പോയ ജോൺ മാത്യൂസ്, മുതലപ്പൊഴിയിൽ നിന്നും കാണാതായ ഫ്രീമോൻ നീണ്ടകര, പുത്തൻതുറയിലെ ഗൗതം കൃഷ്ണ, ആലപ്പുഴ കടൂർ സ്വദേശി
പുഷ്പകഥൻ എന്നിവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഷിജിനെ കാണാതായിട്ടും 8 ദിവസം കഴിഞ്ഞു. ഇവർക്കായുള്ള തെരച്ചിലും മന്ദഗതിയിലാണ് നടക്കുന്നത്. ദുരന്ത സമയത്ത് അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് എത്തേണ്ട ഫിഷറീസ് വകുപ്പിന്റെ ഗുരുതര വീഴ്ചകളാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴകിയ മത്സ്യബന്ധന ബോട്ടുകൾ വാടകയ്ക്കെടുത്താണ് ഉദ്യോഗസ്ഥർ തെരച്ചിലിന് പോകുന്നത്. സുരക്ഷിതമായ ബോട്ടുകൾ പോലുമില്ലാതെ കടലിറങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും സർക്കാർ ഒരു ഗ്യാരണ്ടിയും നൽകുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്കുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ തീരപ്രദേശം സന്ദർശിക്കാത്തതെന്തെന്ന ചോദ്യങ്ങൾക്ക് ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂറിന് മറുപടിയുമില്ല. സർക്കാർ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ട്, കുടുംബങ്ങളുമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് മന്ത്രിയുടെ മറുപടി. സ്ഥലം സന്ദർശിക്കാനെത്തത് കൊണ്ടെന്ന് മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ പ്രഥമ പരിഗണന കാണാതായവരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മന്ത്രി തടി തപ്പി. ഓണം സ്പെഷ്യൽ ദ്രോഹം, റേഷനരി വില 1.5 ഇരട്ടി കൂട്ടി. ഓണക്കാലത്ത് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന പ്രത്യേക അരിയുടെ വില 1.5 ഇരട്ടിയിലധികം വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം LDF സർക്കാർ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്ത അരിക്കാണ് 15 രൂപ 10 പൈസ കൂട്ടി 26 രൂപയാക്കിയത്. വിതരണം ചെയ്യുന്ന അരിയുടെ അളവും കുറച്ചു. മുൻഗണനാ വിഭാഗത്തിന് നൽകിയ 5 കിലോ പ്രത്യേക അരി 3 കിലോ ആക്കി. റേഷൻ ഡെപ്യൂട്ടി കൺട്രോളർ, സപ്ലൈ ഓഫീസർ, സിറ്റി റേഷനിംഗ് ഓഫീസർ തുടങ്ങിയവർക്ക് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണർ ബുധനാഴ്ച അയച്ച ഉത്തരവിലാണ് ഈ വിവരമുള്ളത്. മുൻഗണനാ വിഭാഗം, പൊതുവിഭാഗം, സബ്സിഡി, പൊതുവിഭാഗം തുടങ്ങിയ പ്രത്യേക അരി ലഭിക്കുന്ന കാർഡുകൾക്കെല്ലാം വില വർധന ബാധകം. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയിട്ടും LDF സർക്കാർ ഓണക്കാലത്ത് പ്രത്യേക അരിക്ക് വില കൂട്ടിയിരുന്നില്ല. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.